പി അൻവറിന്റെ തുടർ നീക്കങ്ങൾ CPM നിരീക്ഷിക്കും. അൻവറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ ബാഹ്യ ഇടപെടലെന്ന് CPM-നും സംശയം. ഈ സാഹചര്യത്തിലാണ് അൻവറിനെ തള്ളി പാർട്ടി പ്രസ്താവന ഇറക്കിയത്. തീവ്ര സ്വഭാവമുള്ള ചില സംഘടനകളിൽ നിന്നും അൻവറിന് പിന്തുണ ലഭിക്കുന്നുവെന്ന വിലയിരുത്തലും പാർട്ടിക്കുണ്ട്. കഴിഞ്ഞ ദിവസമാണ് PV അൻവറിനെ തള്ളിപ്പറഞ്ഞും ഇനി പരസ്യ പ്രതികരണം നടത്തരുതെന്ന് അഭ്യർത്ഥിച്ചും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കിയത്. അൻവറിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയായിരുന്നു CPM നീക്കം. ക്രമസമാധാന ചുമതലയുള്ള ADGP-ക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും അൻവർ നിരന്തരം ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ CPM ഇടപെട്ടിരുന്നില്ല. മുഖ്യമന്ത്രിക്കും പിന്നാലെ CPM-നും പരാതി നൽകിയ ശേഷവും അൻവർ നടത്തിയ നീക്കങ്ങളാണ് സംശയത്തോടെ നേതൃത്വം കാണുന്നത്. ചില ബാഹ്യശക്തികൾ അൻവറിന് പിന്നിലുണ്ടെന്ന് ഇന്റലിജൻസ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ മുതൽ മറ്റു ചില ബിസിനസ് താൽപര്യങ്ങൾ ഉള്ളവർ വരെ ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. അടുത്തിടെ ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന പീഡന പരാതിക്ക് പിന്നിലും ഇതേ ലോബിയുടെ ഗൂഢാലോചനയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകി. വിശദമായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയ്ക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യ പ്രതികരണങ്ങൾ രൂക്ഷമായി ഉയർന്നിരുന്നു. P. ജയരാജൻ, മന്ത്രി V. ശിവൻകുട്ടി എന്നിവർ ഫേസ്ബുക്കിൽ ഇതേ പ്രസ്താവന പങ്കുവച്ചപ്പോഴും വിമർശനങ്ങൾ രൂക്ഷമാണ്. ഈ അസാധാരണ നീക്കം ആശങ്കയോടെ CPM നോക്കിക്കാണുന്നു. ചില തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ ഇതിനു പിന്നിലുണ്ടെന്നാണ് CPM കരുതുന്നത്. മലബാർ മേഖല കേന്ദ്രീകരിച്ച് നടത്തിയ ന്യൂനപക്ഷ പ്രീണനവും പരീക്ഷണങ്ങളും തിരിച്ചടിയാകുന്നതും CPM-നെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് അൻവറിനെ ഇനിയും സ്വതന്ത്രനായി വിടേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് CPM എത്തിയത്. R. രാജീവ്, ജനം.